ഹലോ ഹായ്. കുറേ പേര് മെസ്സേജ് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് ടു എന്നാ തുടങ്ങാമെന്ന്. ഇത് ഞാൻ ഓർത്ത് നമുക്ക് എല്ലാവർക്കും എന്താ പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ് എന്നാൽ മാർക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ. ഒത്തിരി പേര് പറയാറുണ്ട് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ടഫൊന്നുമില്ല മിസ്സേ, പക്ഷേ അത് മാർക്ക് കിട്ടില്ല, അത് ഭയങ്കര വാല്യൂ ചെയ്യണതൊക്കെ ഭയങ്കര പിടിച്ചേ വാല്യൂ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തതെന്ന്. അതുകൊണ്ട് മാത്രമാണോ? കാരണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ നേരത്തേക്കും ഇങ്ങനെ നമ്മൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിലോട്ട് നമ്മൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കാണോ? അല്ലേ. നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കുക. എന്താണ് അവർ ഉദ്ദേശിച്ചത്, എന്താണ് നമ്മളിൽ നിന്ന് ആൻസർ വരാനായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിജയിച്ചു. എൻ്റെ അടുത്ത് കുറേ പേര് ഇപ്പോഴും മെസ്സേജ് ചോദിക്കുന്നുണ്ട്, അതായത് ബൈ ഹാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇതല്ല ഉദ്ദേശിച്ചത്, ലോയൊക്കെയാണ്. ബൈ ഹാർട്ട് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം അത് +2 കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വന്ന പിള്ളേരായിരിക്കുള്ളൂ. ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല, ഒത്തിരി കഴിവ് വേണ്ട ഒരു കാര്യമാണ് അല്ലേ. അത് ബൈ ഹാർട്ട് അത്രയും ആ ടെക്സ്റ്റ് ഫുള്ളായിട്ട് അങ്ങനെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിയണവരത് ചെയ്യുക. അത് വലിയ കഴിവാണ്. കാരണം ആ ഒരു ടെക്സ്റ്റിൻ്റെയൊക്കെ ഓരോ മെറ്റീരിയലിൻ്റെയൊക്കെ ആ ഒരു വണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അത് അത്രയൊക്കെ കഴിയുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് ചെയ്യുക അന്ന് ഞാൻ പറയുള്ളൂ, അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാ. കാരണം നമ്മളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്റ്റ് ചെയ്യണത് അതല്ല. അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണം നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി അല്ലേ. നമുക്കിനി പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരാൻ നേരത്ത് നമുക്കതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കണത്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്തൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഈ ഒരു സബ്ജക്റ്റിന് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് പോയി ആൻസർ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് അല്ലേ, നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി. ഓരോ ക്വസ്റ്റ്യനും അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ആൻസർ ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. ഇന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിൽ നമുക്ക് എന്താണ് ഈ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഉടനെ തന്നെ ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഉണ്ടാവുമായിരിക്കും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, സമയം പോലെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ചോദിക്കണവർക്ക് അത് ഏതാണ് തുടങ്ങുന്നതെന്നുള്ള ഒരു പോയിൻ്റെങ്കിലും തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് പഠിക്കേണ്ട അപാകത മനസ്സിലായില്ലേ. ഈ ഒരു ഇത് മാത്രമല്ല, നമ്മൾ പഠിക്കേണ്ട ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്ന് വേണം പഠിക്കാനായിട്ട്. ഇപ്പം നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കണ്ടിട്ടുണ്ട്. കാരണം ഇത് എക്സ്പെൻസാണ്, ഓക്കെ, ഇത് ഇൻക്രീസാണ് ചെയ്തത്, ശരി ഇത് അസറ്റാണ്, ഇത് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, ശരി അത് ഡെബിറ്റ് വരാൻ കാരണം ഇതാണ്, ക്രെഡിറ്റ് വരാൻ കാരണം ഇതാണ്, അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ട്. ചിലവരെന്ത് ചെയ്യുമെന്നറിയാവോ, ഇത് ഇവിടെ വന്നുകൊണ്ട് ഇത് അപ്പുറത്തെടുത്തു, അത് അപ്പുറത്ത് വന്നുകൊണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അത് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നവർക്ക് അതെപ്പോൾ നോക്കിയാലും ടഫ് തന്നെയായിരിക്കുള്ളൂ. വാല്യുവേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, വാല്യുവേഷൻ ഭയങ്കര പിടിച്ചാണ്. അത് ആ ഒരു ആൻസറെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, അതിലപ്പുറത്തേക്ക് ഒരു ആൻസർ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഇപ്പം നമുക്ക് ടൈമുണ്ട്, ആ ഒരു ടൈമിലിരുന്ന് തന്നെ നമ്മളത് തിരുത്തുക. നമ്മൾ ചെറിയ ടോപ്പിക്ക് പഠിച്ചാൽ മതി, അതെന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി എന്താണ് അതിൻ്റെ പോയിൻ്റ് എന്ന് മനസ്സിലാക്കി അത് മാത്രം പഠിക്കാം. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒത്തിരി സീനിയറായിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്നും അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, മിക്കവരും ഇത് വാല്യൂ ചെയ്യാനിരിക്കണവർ ഈ CMAക്കാരും CAക്കാരും ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കീ പോയിൻ്റ് ഉണ്ടാവും, ആ പോയിന്റിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് അവർ വാല്യൂ ചെയ്യണത്. നമ്മൾ എഴുതിയിരിക്കുന്ന ഈ 10-30 പേജൊന്നും അവർക്ക് ഒറ്റയിരുപ്പിനിരുന്ന് വായിച്ചു തീർക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒരു വാല്യുവേഷനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അത് ഫുള്ളായിട്ട് അവരിരുന്ന് വായിച്ച് നിങ്ങളുടെ കഥയൊക്കെ ഇരുന്ന് കേട്ട് വായിച്ചിട്ട് പോകാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റിന് ആവശ്യമായിട്ടുള്ള പോയിന്റ് ഇത് ഒക്കെ ഉൾപ്പെടുത്തി തന്നെ നമ്മൾ എഴുതണം. ഓക്കെ. ഇത് എന്താ പറയുക, നമുക്ക് ഡയഗ്രമായിട്ട് എന്തോരം ഇപ്പോൾ തിയറി ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രമായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡയഗ്രമായിട്ട് തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാവും കറക്റ്റായിട്ടത് എന്താണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി.
അങ്ങനെ തിയറി പഠിക്കും. നമുക്ക് പോയിന്റ് പഠിച്ചു വെക്കാനും എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ നോട്ട് എഴുതുമ്പോൾ തന്നെ അങ്ങനെ ഡയഗ്രത്തിൻ്റെ രീതിയിൽ ഒരു ചാർട്ട് പോലെ നമ്മളിങ്ങനെ വരച്ച് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ കയറുകയും ചെയ്യും. പിന്നെ നമ്മൾ നമ്മുടേതായ പോയിന്റിൽ എഴുതിയാൽ മതി. പക്ഷേ ഇപ്പോൾ ഒരിക്കലും അതിൻ്റെ കീ പോയിന്റുകളുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഓരോന്നിനും കീ പോയിന്റ് ഉണ്ട്. ആ കീ പോയിന്റ് വിട്ട് കളയരുത്. ആ കീ പോയിന്റ് അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. ഇതിൽ പറയണത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് 80%, ആദ്യം അതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 80% ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം പേപ്പർ തന്നെയാണ്. ഇത് പ്രോബ്ലം പേപ്പർ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെന്താണ് നമ്മളുടെ രീതിയിൽ അത് അനലൈസ് ചെയ്ത് കൂടി എഴുതണം. നമ്മൾ ചുമ്മാ എഴുതിയാൽ പോരാ. ആ ഒരു ക്യാൻസലും കൊടുക്കാൻ പറ്റുള്ള ഓക്കെ. അപ്പോൾ നമ്മുടെ രീതിയിലും കൂടി അത് അനലൈസ് ചെയ്ത് എഴുതണം. നമ്മുടെ വ്യൂ പോയിന്റ് വേണം. ഇതിനങ്ങനെ അത്ര വലിയ ലാംഗ്വേജ് ഒന്നും വേണമെന്നില്ല. പക്ഷേ നമ്മൾ എഴുതണ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് അവർക്കത് നമ്മുടെ പേപ്പർ കാണുമ്പോൾ അത് മനസ്സിലാവണം. അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് 7 ചാപ്റ്ററായിട്ടാണുള്ളതെന്ന് തോന്നുന്നു. അതെ, 7 ചാപ്റ്ററാണ് ഇതിലുള്ളത്. ഓക്കെ. ഈ 7 ചാപ്റ്ററിൽ മാത്സും നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊരു ഘടകമാണ്. ഇതിൽ മാത്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. മാത്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സ് ഒന്നും അല്ല. നോർമലായിട്ടുള്ള എക്സ് വൈ അങ്ങനെയൊക്കെയുള്ള ഇതില്ലേ സോൾവ് ചെയ്യാനുള്ള സംഭവങ്ങൾ അതും അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള മാത്സും അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനും അങ്ങനെ മാത്സിൻ്റെ വലിയ ആളൊന്നും അല്ല, ഒട്ടും ലെവലില്ലാത്ത ആളാണ്. പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാത്സേ ഇതിലുള്ളൂ. ഓക്കെ. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള മാത്സൊന്നുമില്ല. പിന്നെ ഇതിന് നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പോൾ ഫണ്ടമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്, സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിസിഷൻ ഓഫ് എ ഫേം എന്നൊക്കെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ പേരും കാണാൻ നേരത്തേക്ക് നമുക്ക് തോന്നും ഇതൊക്കെ എന്തപ്പാ എന്ന് തോന്നും. പക്ഷേ ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ പറയും. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പറയണത് നമുക്ക് ചിലപ്പോൾ അതിൽ 100% കാര്യങ്ങൾ പോയിട്ട് ഒരു 50% കാര്യങ്ങൾ പോലും നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളത് കേൾക്കുക. എനിക്കത് പറയാതിരിക്കാനും പറ്റില്ല. കാരണം ആദ്യം പറയണ ഓരോ വേർഡും ഏകദേശം എന്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മര്യാദക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ച് ബാക്കിയുള്ള നമുക്ക് പഠിക്കാൻ വന്നതിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഒറ്റയടിക്ക് നിങ്ങളത് പഠിക്കും അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇത് ചെയ്യും എന്നല്ല. അതൊരു തിയറി പോർഷനാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പാതി പേർക്കും ഇഷ്ടം ഉണ്ടാവില്ല, അതൊക്കെ അറിയാം. പക്ഷെ എന്നാലും അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഫുള്ളായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ എന്താണെന്നുള്ളത് കിട്ടും. ഇപ്പോൾ ഓവറോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 3ആയിട്ട് തിരിക്കും. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളതിന് ഒന്ന് ഫിനാൻഷ്യൽ ഡിസിഷൻ നമ്മൾ എടുക്കണം. നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് മാനേജർ ആ ഒരു ലെവലിലോട്ടാണ് നമ്മളുടെ പോസ്റ്റ് വരാൻ പോകുന്നത്. ബിസിനസ്സിലേക്ക് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഫിനാൻസ് ഡിസിഷൻ എടുക്കേണ്ടി വരും. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടി വരും, ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കേണ്ടി വരും അല്ലേ. അതൊക്കെ നമ്മൾ എന്താണ് ഫിനാൻസ് മാനേജറാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലിരുന്ന് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ കയറി നമ്മളിപ്പോൾ ഫിനാൻസ് മാനേജറാണ്, നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ ഇതാണ്, അങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഈസി ആയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, മക്കപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ച പോലെ ഇരിക്കും. ഓക്കെ. നമ്മളിപ്പോൾ ഫിനാൻസ് മാനേജറാണ്. ഓക്കെ. നമ്മളപ്പോൾ ഓരോ സ്റ്റെപ്പും എടുക്കുമ്പോൾ നമ്മൾ ഈ ആ ഒരു ലെവലിൽ നിന്ന് നമ്മളിപ്പോൾ സ്റ്റെപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് എങ്ങനെയായിരിക്കും സ്റ്റെപ്പ് എടുക്കുക, നമ്മളത് എന്തായിരിക്കും ഇതിവിടെ ഡിസിഷൻ എടുക്കുക, അങ്ങനെയുള്ള ഒരു ലെവലിലിരുന്ന് നിങ്ങളിത് ചിന്തിക്കുക. അങ്ങനെ ഒരു ലെവലിലിരുന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലിരുന്ന് ഇത് കാണുക. ഇപ്പോൾ നമുക്കിതിൽ ഓർഡറിലൊന്നും പോകണ്ട. ഫസ്റ്റ് നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയണം. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഓവറോൾ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞോളാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 100% മനസ്സിലായിക്കൊള്ളണമെന്ന് വിചാരിക്കരുത്. ഒരു 2 പ്രാവശ്യം ആ വീഡിയോ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ ഈ ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചൊന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു ഐഡിയ അല്ലേ. അത്രയേ ഉള്ളൂ. ആ തിയറി നമുക്ക് തന്നെ എഴുതാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമുക്ക് തന്നെ വരും. ഇനി നമുക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ 3 കാറ്റഗറി ആയിട്ടാണ് ഇനി തിരിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഡിസിഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും എല്ലാം ഇതിലുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ പറയുക, ആ ഓർഡറിൽ പോവാതെ നമുക്ക് ഏതാണോ ഈസി ഉള്ളത് അല്ലെങ്കിൽ ചെറിയ ചാപ്റ്റേഴ്സ് ഏതാണോ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് തുടങ്ങാം. ഓക്കെ, കണക്ഷനിൽ ഉള്ളതിൽ പോലെ ഫസ്റ്റ് ആയിട്ട് തുടങ്ങാം. അതേപോലെ തന്നെ ഇതിൽ പല ടൂൾസ് പഠിക്കാനുണ്ട്, ഒരു 6 ടൂൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, 6 ടൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടൂൾസ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ടൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ഡിസിഷൻസ് വരാനുണ്ട്. അതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ബിസിനസ് ഡാറ്റ അനലിസിസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 20% മാർക്ക്, 20 മാർക്കാണ് വരാനുള്ളത്. അത് നമുക്ക് എന്തുണ്ടായിരിക്കണം, അതിൽ നമുക്ക് അറിഞ്ഞിരിക്കണം, മാത്സ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ആ ചാപ്റ്റർ വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവിടെ ആ ഒരു 20 മാർക്ക് നമുക്കൊന്ന് ചവിട്ടി പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് നമുക്ക് വരാം. ഇത് പഠിച്ച് കഴിയുമ്പോഴേക്കും അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഓവറോളായിട്ട് തരാനുള്ളത്. മാത്സ് എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഒരു ഇതാകരുത്. ഇപ്പം തന്നെ നമ്മൾ പതിയെ അത് അതിങ്ങനെ തലപൊങ്ങി ചിന്തിക്കുന്ന മാത്സ് ഒന്നുമല്ല. ഞാൻ തന്നെ ഏറ്റവും ബിലോ ആവറേജ് ആണ്. ഓക്കെ, ആ ഒരു ലെവലിലിരിക്കുന്നവർക്ക് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും മാത്സ്. അതുകൊണ്ട് അത്ര പേടിയും ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഒത്തിരി ലാംഗ്വേജ് അറിഞ്ഞ് ഇപ്പോൾ എന്താണ് നമ്മളുടെ ഡിസിഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അത്ര ഹൈ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം, എനിക്ക് അത്ര ലാംഗ്വേജ് ഇല്ല, അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. ഇത് നോർമൽ ലാംഗ്വേജിൽ എഴുതാൽ മതി, അത്രയ്ക്ക് ഉള്ള ഇതേ ഉള്ളൂ ഇതിന്. ഓക്കെ, നമ്മൾ പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു തോട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ പൊസിഷനിലാണ്, ഫിനാൻസ് മാനേജർ എന്നുള്ള ഒരു പൊസിഷനിലാണ്, നിങ്ങളുടെ അടുത്തേക്കാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലെവലിലിരുന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനെന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് നിങ്ങളത് ചിന്തിച്ച് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ വിജയിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.